തുടങ്ങുകയല്ലേ? തുടങ്ങിക്കോട്ടോ. എല്ലാവർക്കും എന്റെ നമസ്കാരം. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോരുത്തരുടെ ബുദ്ധിശക്തിയെ വളർത്തുവാനും ഊർജ്ജപ്പെടുത്തുവാനും ഭാഷാ നൈപുണ്യത്തെ ഉയർത്തുവാനും വായന സഹായിക്കുന്നു. വിവിധ പുസ്തകങ്ങളിലെ നമ്മളിലേക്ക് പരിചയപ്പെടുത്തുന്നതിനായി SNM ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബ് ആൻഡ് ലൈബ്രറി റീഡേഴ്സ് ഫോറം സംഘടിപ്പിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച പ്രതിവാദ പുസ്തക നിരൂപണത്തിന്റെ മറ്റൊരു ദിനത്തിലാണ് നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് സന്തോഷ് കുമാർ എഴുതിയ ഏഴാമത്തെ പന്ത് എന്ന പുസ്തകമാണ്. ഇനി ഔപചാരികമായി സ്വാഗതത്തിനായി 1ാം വർഷ നാച്ചുറൽ സയൻസ് BEd വിദ്യാർത്ഥിനി ലിയ തോമസിനെ ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കാമോ? കേൾക്കാം ലിയ. Okay. The more that you read, the more things you will know. The more that you will learn, the more places you will go. Words by Dr. Seuss. Books open doors to new worlds, fresh perspectives, and deep emotions. And today we have gathered here to celebrate the joy of reading, the power of words, and the magic of storytelling. It is my pleasure to welcome you all to this program. At the outset, may I welcome Dr. Susmita PS ma'am, who is at the helm of our institution, for her guidance and her vision. I welcome ma'am in her absence. I also welcome Santosh Kumar sir, who was actually the chief guest of the day, but unfortunately he couldn't make it. In his absence, I welcome him as well. With great joy, may I welcome our dearest teacher coordinators, Dr. K.S. Krishnakumar sir and Dr. Hira K.S. ma'am, to our gathering. I also welcome our student coordinator, Ms. Lena T, to this gathering, and also the one who is controlling the technical side, Anuvanna, and the students of Natural Science option who will be coordinating today's session. And today we will have an insightful book review from Mr. Jopul M. Idapalli, who is first year BEd student of Physical Science option. He will provide us with some thought-provoking perspective and insights from his book review. Looking forward for that. Once again, I welcome you all, wishing you all a great evening, and thank you. ഇന്നിവിടെ പുസ്തക നിരൂപണം അവതരിപ്പിക്കുന്നത് 1ാം വർഷ ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥിയായിട്ടുള്ള ജോപ്പോൾ മേജു ഇടപ്പള്ളിയാണ്. പുസ്തക നിരൂപണത്തിനായി ജോപ്പോളിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മാതൃഭൂമിയുടെ 100ാം വർഷം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ പുസ്തകങ്ങളിൽ ഒന്നാണ് ശ്രീ സന്തോഷ് കുമാറിന്റെ ഏഴാമത്തെ പന്ത്. ഡീഗോ മറഡോണ കേരളത്തിൽ വന്നതുമായി ബന്ധപ്പെട്ട് ചില രഹസ്യങ്ങൾ നിലനിൽക്കുന്നു എന്ന സംശയം പ്രമേയമായി കഥാപാത്രങ്ങളും ജീവിച്ചിരിക്കുന്നവരും സങ്കല്പവും യാഥാർത്ഥ്യവുമെല്ലാം കൂടിച്ചേർന്ന് രൂപപ്പെടുത്തിയതാണ് ഈ നോവൽ. ശ്രീ സന്തോഷ് കുമാറിന്റെ വ്യത്യസ്തമായ ഒരു നോവലാണ് ഏഴാമത്തെ പന്ത്. മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് ശ്രീ സന്തോഷ് കുമാർ. മികച്ച കഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച അന്ധകാരനഴി ഉൾപ്പെടെ അനേകം നോവലുകളും രചിച്ചിട്ടുണ്ട്. 2006ലും 2012ലുമായി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മറഡോണയെ കുറിച്ചുള്ള നോവലാണിത്. മറഡോണ 3 തവണയാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. 2 തവണ കൊൽക്കത്തയിലും 1 തവണ കേരളത്തിലും. ഫുട്ബോളിൽ വലിയ ശക്തിയല്ലാത്ത ഇന്ത്യ മറ്റൊരു ഭൂഖണ്ഡത്തിൽ നിന്ന് വരുന്ന വലിയൊരു താരത്തെ തങ്ങളുടേത് എന്നതുപോലെ കൈനീട്ടി അയാളുടെ രാജ്യത്തിന്റെ കൊടികാട്ടി സ്വീകരിക്കുക എന്നത് അത്ഭുതം തന്നെയാണ്. ഇന്ത്യയിലെ ക്രിക്കറ്റ് താരങ്ങൾക്ക് പോലും മറ്റൊരു ദേശത്ത് ഇങ്ങനെയൊരു വരവേൽപ്പിന് സാധ്യതയില്ല. ക എന്ന പേരിൽ മാതൃഭൂമി സംഘടിപ്പിക്കുന്ന സാഹിത്യ സമ്മേളനത്തിന്റെ സ്ഥിരം വേദിയായ തിരുവനന്തപുരത്തെ കനകക്കുന്നിൽ നിന്നാണ് കഥയുടെ തുടക്കം. സമ്മേളനത്തിൽ വെച്ച് മാതൃഭൂമി സ്പോർട്സ് മാസികയുടെ ചീഫ് എഡിറ്ററായ കെ വിശ്വനാഥും കഥാകൃത്ത് ശ്രീ സന്തോഷ് കുമാറും തമ്മിൽ നടന്ന ഒരു രഹസ്യം പറച്ചിലാണ് പിന്നീട് ഈ നോവൽ എഴുതാൻ കഥാകൃത്തിനെ പ്രേരിപ്പിച്ചത്. മറഡോണയുടെ വരവുമായി ബന്ധപ്പെട്ട് തനിക്കൊരു രഹസ്യം പറയാനുണ്ട് എന്ന് വിശ്വനാഥ് സന്തോഷ് കുമാറിനോട് പറഞ്ഞുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. 2012 ഒക്ടോബറിലാണ് മറഡോണ കേരളത്തിൽ വന്നത്.
കണ്ണൂരിൽ ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ സ്വർണ്ണക്കടയും എയർലൈൻസും ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു അന്ന് അവരുടെ ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിച്ചിരുന്ന മറഡോണ കേരളത്തിൽ വന്നത്. ആ 2 ദിവസവും കണ്ണൂരിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവം നടന്ന പ്രതീതിയായിരുന്നു. ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ആ മഹാമാന്ത്രികനെ ഒരു നോക്ക് കാണുന്നതിനായി കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ ഒന്നടക്കം കണ്ണൂരിലെത്തി. മറഡോണ ഈ ദിവസങ്ങളിൽ താമസിച്ചിരുന്നത് ബ്ലൂ ലൈൻ ഹോട്ടലിൽ ആയിരുന്നു. മാധ്യമ പ്രവർത്തകനായിരുന്നതിനാൽ വിശ്വനാഥനും ഫോട്ടോഗ്രാഫർ മധുരാജിനും അവിടെ താമസിക്കുവാൻ പ്രത്യേക അനുമതി ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മറഡോണയുടെ അന്നത്തെ ഭക്ഷണക്രമം, യാത്രാ വിവരണം എല്ലാം കൃത്യമായി ഈ പുസ്തകത്തിൽ പറയുന്നു. മറഡോണയെ പ്രീതിപ്പെടുത്താൻ ഹോട്ടൽ ജീവനക്കാർ വളരെ പരിശ്രമിച്ചിരുന്നു. മറഡോണ തന്റെ ശരീരത്തിൽ 6 ഇടങ്ങളിലായി ടാറ്റു ചെയ്തിട്ടുണ്ട്. സ്വന്തം ഇടത് കാലിൽ ഫിദലിനെയും വലത്തെ ചുമലിൽ ചെഗ്വേരയെയും 2 പെൺമക്കളുടെയും പേരക്കുട്ടിയുടെയും ഒരു ചൈനീസ് വ്യാളിയുടെയും ചിത്രങ്ങളാണ് അവ. ദീർഘമായ യാത്രയ്ക്ക് ശേഷം ഹോട്ടലിൽ എത്തിയ മറഡോണ ഒരു ദിവസം അവിടെ താമസിച്ചു. പിറ്റേ ദിവസം 10:30 മണിയോടെ കണ്ണൂർ ജവാഹർ സ്റ്റേഡിയത്തിൽ എത്തി തങ്ങളെ കാത്തിരിക്കുന്ന ആരാധക വൃന്ദത്തെ കാണുക എന്നതായിരുന്നു മറഡോണയുടെ പ്രധാന കർത്തവ്യം. അവിടെ IM വിജയനും ഷറഫ് അലിയും ആസിഫ് സാഹിറും ജോപ്പോൾ അഞ്ചേരിയും ധനേഷും ഒക്കെ അടങ്ങുന്ന കേരളത്തിന്റെ ഫുട്ബോൾ നിര തങ്ങളുടെ ദൈവത്തെ കാത്തിരുന്നു. സ്റ്റേഡിയത്തിൽ കുറേയേറെ പരിപാടികൾ അവർ നിശ്ചയിച്ചിരുന്നു. അതിലൊന്നായിരുന്നു മറഡോണയും IM വിജയനും തമ്മിൽ ഫുട്ബോൾ തട്ടിക്കളിക്കുക എന്നത്. അതിനായി 7 പന്തുകൾ സജ്ജമായിരുന്നു. ഓരോ പന്തിലും ഓരോ ചിത്രങ്ങൾ കൊടുത്തിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ മറഡോണയുടെ ദേഹത്ത് ആലേഖനം ചെയ്ത 6 ടാറ്റുകളും വേറെ ഒന്നുമായിരുന്നു ആ ചിത്രങ്ങൾ. ഇങ്ങനെ മറഡോണ സ്റ്റേഡിയത്തിൽ പോകാൻ തയ്യാറെടുപ്പുകൾ നടത്തി വരികയായിരുന്നു. അപ്പോഴാണ് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും വിശ്വനാഥന് ഒരു ഫോൺ വന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥയായ ബീന എന്ന ഡോഗ് സ്ക്വാഡ് ട്രെയിനർ ആയിരുന്നു അത്. ഒരു ഞെട്ടിക്കുന്ന വാർത്തയുമായാണ് ബീന എത്തിയത്. മറഡോണ തട്ടിക്കളിക്കാൻ വെച്ചിരിക്കുന്ന 7 പന്തുകളിൽ ഒന്നിൽ ഒരു ബോംബ് ഘടിപ്പിച്ചിട്ടുണ്ട് എന്നൊരു സന്ദേശം ലഭിച്ചിട്ടുണ്ടെന്നും ആയതിനാൽ മാധ്യമ പ്രവർത്തകനായ താങ്കൾ മറഡോണയുടെ യാത്രയെ അരമണിക്കൂർ വൈകിപ്പിക്കണമെന്നും അപ്പോഴേക്കും ബോംബിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാം എന്നതുമായിരുന്നു ആ ഫോൺ വിവരണം. കേട്ടത് സത്യമാണോ കള്ളമാണോ എന്നറിയാതെ കുറെ നേരം വിശ്വനാഥ് ധർമ്മസങ്കടത്തിലായി. പിന്നീട് ബോംബ് നീക്കം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് കുറേയേറെ ദുരൂഹതകൾ വായനക്കാരിൽ ബാക്കി നിർത്തിക്കൊണ്ടുമാണ് നോവൽ അവസാനിക്കുന്നത്. ഒരു ഫിക്ഷൻ കാറ്റഗറിയിൽ പെടുന്ന പുസ്തകമാണ് 7ാമത്തെ പന്ത്. മാതൃഭൂമിയുടെ സ്പോർട്സ് മാസികയ്ക്ക് വേണ്ടി എഴുതിയ പുസ്തകം എന്ന നിലയ്ക്ക് കായിക മേഖലയാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന ആശയം. സ്പോർട്സിന്റെ ഗുണങ്ങളെക്കുറിച്ചും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിന്റെ മൂല്യങ്ങളെക്കുറിച്ചുമാണ് ഈ സന്തോഷ് കുമാർ ഈ പുസ്തകത്തിൽ വായനക്കാർക്ക് നേരെ ചൂണ്ടിക്കാണിക്കുന്നത്. സ്പോർട്സ് ഇപ്പോൾ വെറും സ്പോർട്സ് അല്ല എന്നും കായിക ശേഷി അളക്കാനുള്ള ആരോഗ്യകരമായ മത്സരങ്ങളോ നേരം പോക്കോ ഒക്കെയായി സ്പോർട്സിനെ വീക്ഷിച്ചിരുന്ന കാലം എപ്പോഴോ അവസാനിച്ചെന്നും ശ്രീ സന്തോഷ് കുമാർ പറയുന്നു. ഓരോ മത്സരത്തിന് പിന്നിലും കോർപ്പറേറ്റുകളും അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളും കൊമ്പുകോർക്കുന്നു. ഇന്നിപ്പോൾ കായിക മത്സരങ്ങൾ മൈതാനങ്ങളിൽ മാത്രമല്ല നടക്കുന്നത്. അവയ്ക്ക് മുന്നോടിയായി 100 കണക്കിന് ഡാറ്റ അനലിസ്റ്റുകൾ അഹോരാത്രം പണിയെടുക്കുന്നു. ആധുനിക കോച്ചിങ് ഇത്തരം ഡാറ്റകളെ സമർത്ഥമായി ഉപയോഗിക്കുന്നുണ്ട്. എതിരാളിയുടെ ശക്തികൾ എന്തൊക്കെയാണ്, അയാൾ എന്തെല്ലാം പിഴവുകൾ എപ്പോഴെല്ലാം വരുത്തുന്നു എന്ന് കൃത്യമായി പ്രവചിക്കുന്ന നിർമ്മിത ബുദ്ധി ഇവയ്ക്ക് പിന്നിൽ പണിയെടുക്കുന്നു. കാണികൾ കായിക മത്സരത്തിന്റെ സൗന്ദര്യത്തെയല്ല, പകരം ചേരികളായി പിരിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളെയാണ് കളിക്കളങ്ങളിൽ അന്വേഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് ആർപ്പ് വിളിക്കുന്നത്. ഫുട്ബോളിന്റെ 2 മത്സരങ്ങൾ മധ്യ അമേരിക്കയിലെ 2 ദരിദ്ര രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് നയിച്ചു എന്നത് ഇതിന് ഉദാഹരണമാണ്. ഈ പുസ്തകത്തിന്റെ ഭാഷയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ലളിതവും ഹൃദ്യവുമായ ഒരു ഭാഷാ ശൈലിയാണ് ശ്രീ സന്തോഷ് കുമാർ സ്വീകരിച്ചിരിക്കുന്നത്. സ്പോർട്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നോവലായതിനാൽ ആബാലവൃത്തം ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ ഈ പുസ്തകത്തിന് സാധിക്കുന്നു.
രണ്ടു പേർ തമ്മിലുള്ള ഒരു സംഭാഷണ രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. കഥയുടെ ആദ്യ ഭാഗങ്ങൾ മറഡോണയെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. പിന്നീട് കഥ മുന്നോട്ട് പോകുന്തോറും ആരാധകരുടെ ആകാംക്ഷയെ കൂടി വരുന്നു. കുറേയേറെ ചോദ്യങ്ങൾ ബാക്കി നിർത്തിക്കൊണ്ടാണ് ഈ നോവൽ അവസാനിക്കുന്നത്. അങ്കുലി പരിമിതമായ കഥാപാത്രങ്ങളുമായി നിലകൊള്ളുന്ന ഈ പുസ്തകത്തിലെ ഓരോ കഥാപാത്രങ്ങളും അവരുടേതായ സംഭാവനകൾ നൽകി വരുന്നു. കഥയ്ക്കാസ്പദമായ ചിത്രങ്ങൾ ഈ പുസ്തകത്തെ കൂടുതൽ ഹൃദ്യമാക്കുന്നു. ഒരു ശക്തമായ സന്ദേശവും ആരാധകരെ ചോദ്യചിഹ്നത്തിൽ നിർത്തുന്ന കഥാവികാസവും 100-ൽ താഴെ വരുന്ന പേജുകളിൽ അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നത് ഈ പുസ്തകത്തിന്റെ സവിശേഷതയാണ്. സ്ത്രീ കഥാപാത്രങ്ങൾക്കും ഈ പുസ്തകം പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ പുസ്തകത്തിൽ എന്നെ ആകർഷിച്ച ഒരു ആശയം അല്ലെങ്കിൽ മറഡോണയെ പറ്റി പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണത്. അദ്ദേഹം ഒരു ജീനിയസ് ആണ്. കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കുന്നു. പന്ത് കാണുമ്പോൾ മറ്റൊരു മനുഷ്യനായി എളുപ്പം മാറുന്നു. ഈ ഒരു വരി എന്നെ വളരെ ആകർഷിച്ചു. പന്ത് കാണുമ്പോൾ ഒരു ഫുട്ബോളറായി മാറുന്ന മറഡോണയെ പോലെ നമ്മുടേതായ പന്തുകൾക്കനുസൃതമായി എളുപ്പം മാറാൻ പറയുകയാണ് ഈ വരികൾ. ഒറ്റയിരിപ്പിൽ തന്നെ ഈ പുസ്തകം വായിച്ചു തീർക്കാൻ എനിക്ക് സാധിച്ചു. ഒരു വ്യത്യസ്ത പുസ്തകം തന്നെയാണ് ഏഴാമത്തെ പന്ത്. മറഡോണയുടെ ജീവിതത്തിലെ 6 കാര്യങ്ങൾ ആലേഖനം ചെയ്ത 6 പന്തുകളുടെയും പിന്നെ പെട്ടെന്നൊരുക്കിയ ഒരു ഫുട്ബോളിനെ കുറിച്ചും അതിനുള്ളിൽ ഒളിച്ചു വെച്ച ഒരു ബോംബിനെ കുറിച്ചുമാണ് പുസ്തകം പറയുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു രഹസ്യ സംഭവത്തെ രസച്ചരട് പൊട്ടാതെ നോവലിൽ ആവിഷ്കരിക്കാൻ ശ്രീ സന്തോഷ് കുമാറിന് സാധിച്ചു. സ്പോർട്സിന്റെ മാറുന്ന മൂല്യങ്ങളെ പറ്റി പുസ്തകം പറയുന്നു. ഉദ്വേഗവും നിഗൂഢതകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഏഴാമത്തെ പന്ത്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇങ്ങനൊരു പരിപാടി നടത്തണം എന്ന് പറഞ്ഞ ഹീര മിസ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ജോപോൾ വളരെ മനോഹരമായ പുസ്തക നിരൂപണമാണ് ഇവിടെ കാഴ്ചവെച്ചത്. അടുത്തതായി ഈ പുസ്തകത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ചർച്ചകൾക്കുമായി ഏവരെയും സ്വാഗതം ക്ഷണിക്കുന്നു. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. ഹലോ ജോപോൾ, സൂപ്പറായിട്ട് അവതരിപ്പിച്ചു കേട്ടോ. ചെറിയൊരു പുസ്തകം, വളരെ ലളിതമായി തന്നെ ഉള്ളൊരു പുസ്തകം, വളരെ സൂപ്പറായിട്ട് എന്താ പറയുക, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് 2 ദിവസം കൊണ്ട് ഇത്രയും പെട്ടെന്ന് വായിച്ചു തീർക്കുകയും ഇത് അവതരിപ്പിക്കുകയും ചെയ്ത ജോപോളിന് ആദ്യമേ തന്നെ ഒരു വലിയൊരു അഭിനന്ദനം തരികയാണ്. പിന്നെ ഇന്ന് എനിക്കൊരു സന്തോഷം തോന്നിയൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മറഡോണയെ അറിയാത്ത ആരും ഇല്ല അല്ലേ. പക്ഷെ ഇന്ന് രാവിലെ പത്രം എടുത്തൊന്ന് വായിക്കുമ്പോൾ അതിൽ കണ്ട ഒരു വാർത്ത, അതിൽ കേരളകൗമുദിയിലെ താഴെയുള്ളൊരു വാർത്തയായിരുന്നു. മെസ്സി വരും ഒക്ടോബറിൽ എന്നുള്ളതായിരുന്നു ഒരു വാർത്ത. അതായത് ഒരു 100 കോടിയോളം ചെലവിട്ടിട്ടാണ് നമ്മൾ മെസ്സിയെ കേരളത്തിലേക്ക് ഒരു സൗഹൃദ മാച്ചിനായിട്ട് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ പെട്ടെന്ന് ഇന്ന് ജോപോൾ അവതരിപ്പിക്കുന്ന ആ ഒരു തീമുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. കാര്യം ഇതിൽ പറഞ്ഞ പോലെ മറഡോണ 3 തവണയാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളതെന്ന് പറയുന്നു. അതിൽ കേരളത്തിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായി എന്ന് ഒരു എന്താ പറയുക, നമുക്ക് ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നോവലാണത്. ഒരു ലൈഫ് ത്രെറ്റ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ, അത് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് അത് ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഉദ്വേഗം ജനിപ്പിക്കാൻ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമായിരിക്കാം കഥാകൃത്ത് സന്തോഷ് കുമാർ എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ അത് വളരെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ കൊണ്ടുചെന്നെത്തിക്കുക. അവസാനം വളരെ നല്ല രീതിയിൽ തന്നെ ഇതൊന്നും ആരും അറിയാതെ എന്താ പറയുക, മറഡോണ വന്നു പോയി തിരിച്ചു പോയി എന്നുള്ള രീതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് വെക്കുമ്പോൾ അവിടെ ഒരു ഉദ്വേഗം ജനിപ്പിക്കുന്ന രീതിയാണ്. അപ്പോൾ
ഇപ്പൊ ഞാൻ ഈ ഒരു വാർത്ത വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നതാണ്, ഇനിയിപ്പോൾ ഒക്ടോബറിൽ മെസ്സി വരുമ്പോൾ ഇതുപോലെ വേറൊരു കഥയും കൂടി അതിൽ ഉരുത്തിരിഞ്ഞ് വരുമോ എന്നുള്ളൊരു ചിന്തയും കൂടി വന്നു. പിന്നെ വേറൊരു ഒരു സിനിമ ഇതിനോട് ചേർത്ത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ആ, ഒരു കാട്ടൂർ കടവ് അല്ലേ, അത് ആ സിനിമയും ഇതോട് ഫുട്ബോൾ പ്രണയത്തോട് ബന്ധപ്പെടുത്തി ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വളരെ രസകരമായിട്ടുള്ളൊരു വായന. ഒരുപാട് പേജൊന്നുമില്ല, ഒരു 10-50 പേജേ ഉള്ളൂ എങ്കിൽ പോലും അത് വളരെ രസകരമായിട്ടുള്ള ഒരു വായനയായിരുന്നു. അത് ജോപ്പോള് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. പിന്നെ ഇത് ചേർത്ത് നിന്ന് എല്ലാവർക്കും ഒന്നുകൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പം നിങ്ങൾ ജോപ്പോളിൻ്റെ ഒരു അവതരണത്തെക്കുറിച്ചും കൂടി എല്ലാവരും ഒന്ന് പ്രതികരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം തന്നെ ജോപോളിന്റെ ഒരു അവതരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് തന്നെ ജോപോള് അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊരു ഈ പുസ്തകം ഈ ഒരു പുസ്തകം നമ്മൾ ശരിക്കും വായിച്ച പോലെ തന്നെ മറഡോണ കേരളത്തിൽ വന്ന കാര്യങ്ങളും അതിലൊരു 7ാമത്തെ പന്തിൽ ആ രഹസ്യത്തെ കുറിച്ചും പിന്നെ ടാറ്റു അടിച്ച കാര്യങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ചെയ്തിട്ടും നമുക്ക് ലളിതമായ രീതിയിൽ തന്നെ നമ്മളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. പിന്നെ കുറെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പോ എന്താ ജോപ്പോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ സയൻസ് ഓപ്ഷനുള്ള ആളാണ്, പക്ഷെ എങ്കിൽ പോലും അത്ര മനോഹരമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് ജോപ്പോൾ ഇവിടെ പുസ്തകം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതേറെ നമ്മള് എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. നല്ല ഭാഷയായിരുന്നു ജോപ്പോൾ അവതരിപ്പിച്ച് നിരൂപണത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ജോപ്പോളും ചോദിക്കാനുള്ള ഒരു കുഞ്ഞു ചോദ്യമാണ്. ഇപ്പൊ നമുക്ക് 2020 എനിക്ക് ഓർമ്മയില്ല, ആ ഒരു കാലത്തൊട്ടായിരുന്നു മറഡോണ കേരളത്തിൽ വന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് എന്താ എല്ലാരും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ഒരു കാര്യം. അപ്പം അതിനെ കുറിച്ചോ അതുമായി ബന്ധപ്പെട്ടതോ, അല്ലെങ്കിൽ ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാൽപ്പന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകമാണ്. അപ്പൊ അത്തരത്തില് ജോപ്പോളിനുള്ള ഒരു ബന്ധോ ഈ പുസ്തകം ഇഷ്ടപ്പെട്ട് ചെയ്യാൻ കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അപ്പൊ അതിനെ പറ്റി ഒന്ന് ജോപ്പോള് പങ്കുവയ്ക്കാമോ? ഈ പുസ്തകവുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ബന്ധവുമില്ല. പിന്നെ ഹീരമസ് വിളിച്ചു പറഞ്ഞപ്പോഴും ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ട്. ആദ്യം മിസ് പറഞ്ഞപ്പോഴും എനിക്ക് ഒരു മനസ്സോടെ ഞാൻ മിസ്സിനോട് മിസ് പറഞ്ഞത്. പിന്നെ പുസ്തകത്തിന്റെ പേര് കേട്ടപ്പോൾ 7ാമത്തെ പന്ത് ഫുട്ബോളിനെ പറ്റിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് തോന്നി ഈ ടോപ്പിക് എടുക്കാന്നൊക്കെ. അങ്ങനെയാണ് ഈ പുസ്തകത്തിലോട്ട് വന്നത്. പിന്നെ അത്ര വലിയ പുസ്തകമായിരുന്നില്ല, ഒരു ഇരിപ്പിൽ തന്നെ പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റി. ഒരു ദിവസം കൊണ്ട് തന്നെ, 2 മണിക്കൂർ കൊണ്ട് തന്നെ പുസ്തകം വായിച്ചു തീർത്തു. പുസ്തകം സ്റ്റാർട്ടിങ് തന്നെ കുറച്ചിങ്ങനെ ഹിസ്റ്റോറിക്കൽ പരമായി പോയെങ്കിലും കുറച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഒരു ഭയങ്കര ത്രില്ലറായി തോന്നി. അതുകൊണ്ട് പെട്ടെന്ന് ഇൻട്രസ്റ്റ് ആയി തോന്നി. അങ്ങനെ വായിക്കാൻ തോന്നി. പിന്നെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് അങ്ങനെ കളിക്കും പണ്ടൊക്കെ, അങ്ങനെയൊക്കെ. അല്ലാണ്ട് അത്ര വലിയ ഫുട്ബോൾ ഫാൻ അല്ല. പിന്നെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ സാധനമാണ് എനിക്ക് ഇഷ്ടം. ഇന്ത്യ ഇപ്പൊ ISL ഒക്കെ ആണല്ലോ ഇന്ത്യയില്. ഇന്ത്യയിലത്തെ ഫുട്ബോളാണ് കൂടുതൽ ഞാൻ കാണാറുള്ളത്. അങ്ങനെ പുറത്തങ്ങനെ പിന്നെ വേൾഡ് കപ്പ് ഒക്കെ തന്നെ കാണാറുള്ളൂ. അധികം അങ്ങനെ ഫുട്ബോള് അങ്ങനെ അധികം കാണാറില്ല. ക്രിക്കറ്റാണ് ഞാൻ മെയിൻ ഫാൻ. അതൊക്കെയാണ് ഇതൊക്കെ കായികമായി ബന്ധപ്പെട്ട്. എല്ലാവർക്കും സംസാരിക്കണം.
എൽദോ സർ 2 വാക്ക് പറയാമോ? വളരെ ശ്മശാന മൂകത പോലെയായി. സുഹൃത്തിന്റെ അവതരണത്തെ കുറിച്ച് കൂട്ടുകാർക്കൊക്കെ ഒന്ന് പറയാം. അതിനു വേണ്ടി കൂടിയാണ് നമ്മൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജോപ്പോൾ ഇത്ര മനോഹരമായിട്ട് പുസ്തകം അവതരിപ്പിച്ചു. ചെറിയൊരു പുസ്തകമാണ് അത്. ചെറിയ രീതിയിൽ തന്നെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. 2-3 പേരെങ്കിലും ഒന്ന് സംസാരിക്കും. മാഷേ, ഞാനിപ്പോ കേറിയുള്ളൂ. അതുകൊണ്ട് ഞാനൊന്നും കേട്ടില്ലായിരുന്നു. യാത്രയിലായിരുന്നു മാഷേ. ടീച്ചർ അവിടുന്ന് കോട്ടയത്ത് വരാവോ അല്ലേ? ഇപ്പൊ കേറിയുള്ളൂ. അപ്പൊ കഴിഞ്ഞു എന്ന് ഇപ്പഴാ മനസ്സിലായത്. സോറി. ചെറിയൊരു പുസ്തകമാണ്, ചെറിയൊരു അവതരണമായിരുന്നു. പക്ഷെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയൊരു പുസ്തകമാണ്. ഓക്കെ. ജോപ്പോളിന് എല്ലാ അഭിനന്ദനം. നമ്മുടെ കഥാകൃത്തത്തിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല സാറേ, ഇന്ന് ഒഴിവില്ല. കോഴിക്കോട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത പരിപാടിക്ക് വരാമെന്ന് പറഞ്ഞു. ഓക്കെ. ശരി മാഷ്. ഇത് എനിക്ക് തോന്നുന്നു പക്ഷേ ഇത് ആരും വായിക്കാത്ത കൊണ്ടുണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. കാര്യം ആ ഒരു പുസ്തകത്തെ കുറിച്ചിട്ട് അവർക്ക് വലിയ അറിവില്ലാത്ത കൊണ്ടായിരിക്കാം ആരും അറിയാത്തത്. പക്ഷെ ഒരു ജോപ്പോള് പറഞ്ഞ പോലെ ഒരു ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകമാണ്. പിന്നെ ഒരു മറഡോണ പണ്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നു മറഡോണ ഫാൻസ് ഒക്കെ കൂടുതലുണ്ടായിരുന്നത്. ഇക്കാലത്ത് ഇപ്പോൾ ഫുട്ബോളിനോട് എന്നല്ല, ക്രിക്കറ്റിനോടാണ് കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം തോന്നുന്നു. പക്ഷെ എനിക്കിത് പെട്ടെന്ന് വായിക്കാൻ കാരണം എന്ന് വെച്ചാൽ ആ ഒരു സിനിമയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് എന്ന് പറഞ്ഞ സിനിമ അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമയല്ല. പക്ഷെ അതിലും ഈ പറഞ്ഞ പോലെ ഒരു 2 വിഭാഗം ആളുകൾ തമ്മിൽ, എന്താ പറയുക, ഫ്രണ്ട്സ് തമ്മിലാണ് ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അല്ലേ? ഒരു അർജന്റീന ജയിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആവേശം അതുപോലെ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ മറഡോണ വന്നപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറം അത് ഈ നമ്മുടെ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ശരിക്കും എന്നൊരു സംശയത്തിന്റെ ഇതിലാണ് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ നിൽക്കുക. ഇത് ആരും അറിയാതെ പോയതൊരു സംഗതിയാണോ? അപ്പൊ ശരിക്കും എനിക്കിത് കൂടുതൽ അട്രാക്റ്റീവ് ആയി തോന്നാൻ കാരണം ഇന്ന് രാവിലെ ഇത് പേപ്പർ തുറന്നപ്പോ ഇനി ഒക്ടോബറിൽ ഇതേപോലെ മെസ്സി വരുമ്പോൾ ഇവിടെ ഇപ്പൊ ഒരു 100 കോടിയോളം ചെലവിട്ടിട്ടാണ് അതിന്റെ ഒരു സന്നാഹങ്ങളൊക്കെ എന്ന് പറയുന്നു കേരളത്തില്. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് അല്ലേ അറേഞ്ച് ചെയ്ത് ഒരു അത്രയും വലിയ വ്യക്തിത്വങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ ഓർഗനൈസ് ചെയ്യേണ്ട ഒരു ഇവൻ്റാണ്. അപ്പോൾ ആ ഇവൻറ്റിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന, അല്ലെങ്കിൽ പോലീസ് ഫോഴ്സിലായിക്കോട്ടെ എല്ലായിടത്തും ഉണ്ടാവുന്ന ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ, അതിൽ എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച വന്നു കഴിഞ്ഞാൽ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഒരു ഫുട്ബോൾ ഫാൻസിനെ മാത്രമല്ല, മൊത്തത്തിലെ ജനജീവിതത്തെ തന്നെ ബാധിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു നോവൽ നല്ല രീതിയിൽ വളരെ രസകരമായിട്ടും നമുക്ക് എന്താ പറയുക, ഫുട്ബോൾ പ്രേമികൾ എന്തായാലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതിൽ ഇന്ന് പങ്കെടുത്തവർ വളരെ ചുരുക്കമാണ്. കാര്യം നാളത്തെ പ്രോഗ്രാമിൻ്റെ തിരക്കുകളിലായിരിക്കാം. എന്നാൽ പോലും ജോപ്പോളിൻ്റെ അവതരണത്തെ വെച്ചിട്ട് 1-2 വാക്കുകൾ നിങ്ങളെല്ലാവരും കേട്ടിരിക്കുന്നവരൊക്കെ ഒന്ന് പറയുക. ഓക്കെ. വളരെ ശോകമായി.
ഈ സന്തോഷ് കുമാർ സാറ് വന്നിരുന്നെങ്കിലേ നമുക്ക് കുറേയും കൂടെ ചോദ്യങ്ങൾ ചോദിക്കാനും അദ്ദേഹത്തിന്റെ എഴുത്ത് ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാനൊക്കെ അവസരം ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് പങ്കുചേരാൻ പറ്റിയില്ല. ഞാൻ ഈ ഒരു അവതരണത്തെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ജോപോൾ എന്ന് പറയുന്ന സുഹൃത്ത്, ഈ പ്രത്യേകിച്ചൊരു ശാസ്ത്ര വിദ്യാർത്ഥി, അത്തരം തരംതിരിവ് തന്നെ തെറ്റാണ്. എന്താണ്, ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങളുമായി ബന്ധം പാടില്ലേ? സത്യത്തില് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ISRO ചെയർമാൻമാരൊക്കെ കലാകാരന്മാരും അല്ലെങ്കിൽ എഴുത്തുകാരൊക്കെയാണ്. അവരത് മികച്ച വൈദ്യന്മാര് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഒക്കെ നല്ല റൈറ്റേഴ്സാണ്. അപ്പൊ ഇത് ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് മാത്രമാണ് പുസ്തകം അല്ലെങ്കിൽ പുസ്തക വായന എന്നൊരു തോട്ടൊന്നും ആവശ്യമില്ല. അതിന് വലിയ തെളിവും കൂടിയാണ് നമ്മുടെ ഈ നോവലിസ്റ്റ് ഈ സന്തോഷ് കുമാർ. മാഷിന്റെ നാട്ടില് ഗുരുവായൂർ ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ മാനേജറായിട്ട് ജോലി ചെയ്യുക ആണ് ഈ നോവലുകൾ എഴുത്തിലേക്കൊക്കെ വന്നത് അദ്ദേഹം. ഞാനൊരു ദിവസം രാത്രി ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലെ ബസ് ഇറങ്ങിയ നേരത്ത് അദ്ദേഹം താമസിക്കുന്ന തൃശ്ശൂരായിരുന്നു. അപ്പൊ തൃശ്ശൂരിലോട്ടുള്ള ബസ് കാത്ത് 9 മണിക്ക് ജോലി കഴിഞ്ഞിട്ട്, ബാങ്കിലെ ജോലി അറിയാലോ, രാത്രി ടീച്ചേഴ്സിനെ പോലെ ഒന്നുമില്ല, രാത്രി അന്നത്തെ വർക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഷെഡ്യൂളിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പോലും അദ്ദേഹം ശാസ്ത്ര വിദ്യാർത്ഥിയാണ്. ആ ഒരു തലത്തിൽ നിന്ന് പോലും ആണ് ഇത്രയും ബൃഹത്തായിട്ടുള്ള എഴുത്തുകൾ നമുക്ക് മലയാളത്തിലേക്ക് അദ്ദേഹം സംഭാവന തന്നത്. വളരെ അത്ഭുതം തോന്നിയിരുന്നു. അത്രയും വൈകി ഇറങ്ങിയിട്ടും കർമ്മനിരതനായിട്ട് പോലും ബൃഹത്തായിട്ടുള്ള നോവലുകൾ എഴുതിയുള്ള അന്ധകാരനഴി എന്ന് പറഞ്ഞ നോവല് ഇത് വായിക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ. അങ്ങനെ ഇപ്പോ ഹിറ്റായിട്ട് നിൽക്കുന്ന തപോമയുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് നോവലുണ്ട്. ആ തപോമയുടെ അച്ഛൻ ഇതുപോലെയല്ല, ചെറുതല്ല. അന്ധകാരനഴിയും അത്യാവശ്യം വലുപ്പമുള്ള ഒരു പുസ്തകമാണ്. ഈ ഏറ്റവും പുതിയ പുസ്തകം തപോമയുടെ അച്ഛൻ, അത് ഒരു അഭയാർത്ഥി ജീവിതങ്ങളെ കുറിച്ചുള്ള ഒരു നോവലാണ്. എന്തിലും ഈ പറഞ്ഞ മാതിരി നമുക്ക് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, അങ്ങനെയുള്ളവർക്ക് എന്നും സങ്കടങ്ങൾ മാത്രമേ വരുള്ളൂ. അത്തരം കുറേ മനുഷ്യരുടെ, അതിൽ ഓരോരോ മനുഷ്യരെയും സൂക്ഷ്മമായിട്ട് വിവരിക്കുന്ന ഒരു നോവലാണ് ഈ തപോമയുടെ അച്ഛൻ. മനുഷ്യരുടെ മനസ്സിന്റെ അടരുകൾക്കിടയിലൂടെ പോകുന്ന ഒരു നോവലാണ്. അന്ധകാരനെയും അതുപോലെ വളരെ സൂക്ഷ്മാംശങ്ങൾ വിശദീകരിക്കുന്ന വായിക്കേണ്ട പുസ്തകമാണ് അന്ധകാരനായി. അപ്പൊ അതൊക്കെ വഴിയാണ് അദ്ദേഹം കൂടുതൽ ഹിറ്റായി മാറിയത്. ഈ അന്ധകാരനയുടെ ഏറ്റവും പുതിയൊരു പതിപ്പ് ഇപ്പൊ മാതൃഭൂമി ഒരു പ്രത്യേക രീതിയിൽ 2 തരം പുറംചട്ടയൊക്കെ വെച്ചിട്ട്, ഇപ്പൊ അങ്ങനത്തെ രീതിയാണല്ലോ, റീമേക്കിങ്ങുകളുടെ ഒരു കാലമാണ്. ഇപ്പൊ പുതിയ രൂപത്തിൽ പുസ്തകങ്ങൾ ഇറങ്ങുന്ന ഈ കാലത്ത് ഈ സന്തോഷ് കുമാർ എന്ന് പറഞ്ഞ നോവലിസ്റ്റ് അദ്ദേഹം വലിയ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ച പോലുള്ള പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് ഇത്തരം ആളുകളെ കൂടെ പരിചയപ്പെടാനാണ്. ജോപോൾ വളരെ മനോഹരമായിട്ട് ഈ പുസ്തകത്തെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിൽ പങ്കെടുത്തവരും ഇനി ഭാവിയിൽ ഇതിന്റെ റെക്കോർഡിംഗ് കേൾക്കുന്നവരും നമ്മുടെ ഈ സന്തോഷ് സാറിനെ, ഇൻഷുറൻസ് സന്തോഷ് കുമാർ എന്ന് ഞാനിങ്ങനെ ഓർക്കാൻ വേണ്ടി ഈ സന്തോഷ് കുമാർ എന്ന് ഓർക്കാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ 11 കഥാസമാഹാരങ്ങൾ എൻ്റെ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. 11 എണ്ണം ഉണ്ട്. അതേപോലെ 7 നോവലുണ്ട്. അത്രയും വിപുലമായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. കുറേ, അതുപോലെ ജ്ഞാനഭാരം, ഒരു നോവലാണ്, മാതൃഭൂമി ബുക്ക് സർക്കിളാണ് 2019 ജ്ഞാനഭാരം. അതും നല്ലൊരു നോവലാണ്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്നതെന്ന് നമുക്ക് അത്ഭുതം തോന്നുന്നതാണ്. ജോപോള് പോലുള്ളവർ അതൊക്കെ ഒന്ന് വായിക്കണം എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ ഈ പ്രോഗ്രാമിനെ നല്ല രീതിയിൽ മോഡറേറ്ററായിട്ട് നമ്മുടെ അന്ന മരിയ ലോറൻസ് പ്രവർത്തിച്ചു. എങ്കിലും അന്ന നല്ലൊരു വായനക്കാരിയും കൂടിയാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് ഇടയിലുള്ള വായനാ താല്പര്യവും അതേപോലെ പുസ്തകാഭിമുഖ്യവും കാണുമ്പോൾ വലിയ ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ട്. അപ്പൊ അന്നയ്ക്ക് പ്രത്യേക ഒരു നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. ലിയയുടെ സ്വാഗത പ്രസംഗം സരിത ടീച്ചർ കേട്ടില്ലല്ലോ? ഗംഭീരായിരുന്നു. നമുക്ക് പെട്ടെന്നൊരു എയർപോർട്ടിലിരിക്കുന്ന പ്രതീതിയായിരുന്നു. ഇംഗ്ലീഷിലായിരുന്നു നമ്മുടെ ലിയ സ്വാഗതം പറഞ്ഞത്. വളരെ സുന്ദരമായ, വാക്കുകൾക്കപ്പുറം ഭംഗിയുള്ള ഒരു സ്വാഗതമായിരുന്നു.
ഒരു മൾട്ടി ലിംഗലായി മാറുമ്പോൾ തന്നെ ഇത്തരം പ്രോഗ്രാംസിന് ഒരു സൗന്ദര്യം കൂടുന്നുണ്ട്. ലിയ സൂപ്പറായിരുന്നു കേട്ടോ. ഇത്തരം ഓഡിയോളജിയിൽ ലിയയ്ക്ക് ഒരു സാധ്യത കാണുന്നുണ്ട്. ലിയ അത് ഉപയോഗിക്കണം. നല്ല രീതിയിലുള്ള സ്വാഗതമായിരുന്നു. ഇനി നന്ദി പറയാൻ പോകുന്ന ചിഞ്ചിനയ്ക്കും പ്രത്യേകം സ്നേഹം ഇപ്പൊ തന്നെ പറയുകയാണ്. എന്തായാലും ഈ പുസ്തകത്തെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ ആകെ 71 പേജോ 70 പേജൊക്കെ ഉള്ളൂ അല്ലേ ജോപ്പോൾ? 70 71 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ചെറിയൊരു പുസ്തകമാണ്. അപ്പൊ നോവൽ എന്നൊരു സങ്കല്പം ഈ സന്തോഷ് കുമാറിന്റെ ഉദാഹരണം തന്നെ എടുത്താല് 71 പേജുള്ളതുണ്ട്, 500 പേജുള്ള ഒരു പുസ്തകം അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ നോവൽ എന്ന സങ്കല്പത്തിന്റെ അതിന്റെ ഘടനാ വൈവിധ്യമാണ് ഈ ബോധ്യപ്പെടുത്തുന്നത്. നമുക്ക് 70 പേജിലൊരു നോവല് ഇത്രയും സുന്ദരമായി എഴുതാമെന്നുള്ളതാണ്. എന്തായാലും ഇതിന്റെ ഫോക്കസിങ് ആണ്. ഒരു ഫുട്ബോൾ താരം അന്യനാട്ടിലേക്ക് വരുന്നു. ആ നാടിന്റെ ഒരു സാംസ്കാരിക വൈരുദ്ധ്യം, ഒട്ടും ഫുട്ബോളിൽ അന്തർദേശീയ തലത്തിൽ പേരില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് ഇങ്ങനെ ഒരു അന്തർദേശീയ താരം വരുന്നു. ആ പന്തുകളിൽ 6 പന്ത് കഴിഞ്ഞ് 7ാമത്തെ പന്തിൽ ഒരു ബോംബ് ഒളിപ്പിച്ചതായിട്ടുള്ള വാർത്ത, ഇതൊക്കെ ഭയങ്കര ഒരു ഉദ്വേഗം ജനിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ചെറിയ കോൺസെപ്റ്റാണ്. അപ്പൊ അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ മനുഷ്യൻ ഈ നോവലിലേക്ക് വരുന്നത്. മറഡോണ എന്നുള്ള ഒരു താരത്തെക്കാൾ അപ്പുറം അതിന് പകരം ഇപ്പൊ നേരത്തെ ഹീര മിസ് പറഞ്ഞ പോലെ മെസ്സിയുടെ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം, പെലേനെ വെച്ച് ചിന്തിക്കാം, വേറെ ഏത് സ്പോർട്സ് മേഖലയിലുള്ള ഒരാളെ വെച്ച് ചിന്തിക്കാം. ഒരു തോട്ട് പ്രോസസ്സാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സന്തോഷ് കുമാർ എങ്ങനെയാണ് ചെറിയൊരു കാര്യത്തെ ഇത്രയും സുന്ദരമായി അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിലൊരു അത്ഭുതം തോന്നിയത്. ഇത്രയും ചെറിയൊരു കാര്യത്തെ എങ്ങനെയാണ് ഭംഗിയാക്കി എടുക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് പല നോവലിസ്റ്റുകളും ഉണ്ട് മലയാളത്തില്. ശ്രീകുമാർ എന്ന് പറഞ്ഞ അദ്ദേഹം നമ്മുടെ പത്രവാർത്തകളെ ആസ്പദമാക്കിയിട്ടാണ് നോവൽ രചനയിലേക്ക് നീങ്ങുന്നത്. ചില പെട്ടി വാർത്തകളൊക്കെ വരും. ഇപ്പൊ നമ്മുടെ അടുത്തുള്ള പള്ളിപ്പുറം, അവിടെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ ജോലി പള്ളിപ്പുറം പള്ളിയിലെ ശവങ്ങള് സംസ്കരിക്കുന്നതാണ്. ആ ജോലിയിൽ മുഴുകിയിട്ട് ജീവിതകാലം മുഴുവൻ അത് തന്നെയായിരുന്നു. ആ ജോലിയിൽ മുഴുകിയെ കുറിച്ചുള്ള ഒരു പത്രവാർത്തയാണ് പിന്നെ ശ്രീകുമാർ എന്ന നോവലിസ്റ്റ് പിന്നീട് ഒരു കഥയാക്കി മാറ്റുന്നത്. അപ്പോൾ നമുക്ക് നിത്യവും പത്രങ്ങളിൽ നിന്നായാലും വേണ്ടില്ല, പുതിയ കാലത്ത് പത്രമല്ല ഓൺലൈൻ മാധ്യമങ്ങളിലായാലും വേണ്ടില്ല, കിട്ടുന്ന ഒരു സ്റ്റോറി, ന്യൂസിനെ സാങ്കേതികമായി സ്റ്റോറി എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ആ സ്റ്റോറിയിലുള്ള ഒരു സ്റ്റോറി കണ്ടെത്തുകയും അതിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ നോവല്, ഈ 7ാമത്തെ പന്ത് എന്ന് പറയുന്ന നോവല് അത്തരം രചനയ്ക്കൊക്കെ ഒരു സാധ്യതയാണ്. നമ്മുടെ ഈ ക്യാമ്പസ് ലൈഫിൽ, പ്രത്യേകിച്ച് ബി.എഡ് ലൈഫില് ഇങ്ങനെ എത്രമാത്രം പ്രമേയങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഇന്നിപ്പോ സരിത മിസ്സിന്റെ ഗവേഷണ പ്രവർത്തനത്തിനായി യൂണിവേഴ്സിറ്റിക്ക് പോയി തിരിച്ചു വരുന്ന ആ ഒരു യാത്രയിൽ ചിലപ്പോൾ ഒരു ത്രെഡ് കിട്ടും, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ എന്തെങ്കിലും സംഭവത്തിൽ ത്രെഡ് കിട്ടി. ഇതിനെങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യിക്കാം എന്നുള്ളതിനൊക്കെ വലിയൊരു മാതൃകയാണ് ഈ ഒരു ചെറിയ പുസ്തകം. ഈ രീതിയിലും നമുക്ക് നോവലുകൾ എഴുതാം. ഇപ്പോൾ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാഗ്യരേഖ ഒരു നോവലുണ്ട്. സംഭവം അത് ചെറിയൊരു നോവലാണ്, 100 താഴെ ഉണ്ടാവുള്ളൂ. ആ നോവലിനെ ഒന്ന് വായിച്ചു നോക്കണ്ടാണ്, ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഭാഗ്യരേഖ ഒരു ലോട്ടറി ടിക്കറ്റ് ഒരു കഥയാണത്. അത് എവിടെയൊക്കെ എത്തിച്ചേരുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്കൊരു എത്തും പിടുത്തം കിട്ടാത്ത രീതിയിൽ ഒരു ലോട്ടറി ടിക്കറ്റാണ് അതിന്റെ മെയിൻ ത്രെഡ്. ഭാഗ്യരേഖ എന്ന് പറയാനും അതാണ് കാരണം. അപ്പൊ ഒരു ചെറിയ നോവലിലേക്ക് ഇത്രയും കാര്യങ്ങളെ പകർത്തി, അത് ഓരോ പേജിലും ഓരോ സംഭവങ്ങളാണ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു വലിയ മാതൃകയാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ട്രെയിനിങ് കോളേജിലെ ഒരു ബുക്ക് റിവ്യൂ പ്രോഗ്രാമിൽ ഇതിനൊക്കെ വലിയ സാധ്യതയുണ്ട്. നമ്മളോളം വക്കീൽമാരും ഡോക്ടർമാരും കഴിഞ്ഞാൽ നമ്മളോളം അനുഭവങ്ങളുള്ള ഒരു പ്രൊഫഷൻ വേറെ ഇല്ല, അധ്യാപകരോളം. അപ്പൊ ഇവർക്കൊക്കെ, ഇങ്ങനെയുള്ളവർക്കൊക്കെ എഴുത്തിലേക്ക് തിരിയാനും കൂടെ, പുസ്തകങ്ങൾ എഴുതാനൊക്കെ ഉള്ള ഒരു താല്പര്യത്തിനും കൂടി
പുസ്തകങ്ങൾ വായിക്കാനും കൂടുതൽ താല്പര്യത്തിനാണ് നമ്മൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇതിൽ പങ്കെടുത്തവര് ഇതിനു മുമ്പ് ഈ സന്തോഷ് കുമാറിനെ കേട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ ഏഴാമത്തെ പന്ത് എന്ന കഥ നോവൽ കേട്ടിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ തപോമയുടെ അച്ഛൻ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതൊക്കെ വായിക്കുക എന്നുള്ളതാണ്. അന്ധകാരനഴി വായനാ താല്പര്യമുള്ളവർ എന്തായാലും അത് വാങ്ങണം, വായിക്കണം. വായിച്ചിട്ടില്ലാത്തവര് അല്ലെങ്കിൽ വായനയോട് താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും ആ പുസ്തകത്തിൽ നിന്ന് ഹരിശ്രീ കുറിക്കാവുന്നതാണ്. അന്ധകാരനഴി എന്ന് പറയും. ഇപ്പൊ മാതൃഭൂമി നല്ല കെട്ടും മട്ടിലിറക്കിയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും അത് വായിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ആ പുസ്തകം തരുന്നതാണ്. അപ്പോൾ ജോപ്പോളെ പിന്നെയും അഭിനന്ദിക്കുകയാണ്. ഒരുപാട് സാധ്യതയുണ്ട് ഇത്തരം വായനയിലും. ഇനിയും വ്യാഴാഴ്ച വായനാഴ്ചയിൽ പുസ്തകങ്ങൾ അവതരിപ്പിക്കണം എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ ഈ തപോമയുടെ അച്ഛൻ എന്നുള്ള പുസ്തകം ഞാൻ തരാം. അത് വായിച്ചിട്ട് എന്തെങ്കിലും ജൂണിലോ ജൂലൈയിലോ മറ്റും ഒരു അവതരണം നടത്തിയ സന്തോഷ് കുമാർ സാറ് വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സന്തോഷം അറിയിക്കാം. അപ്പൊ എല്ലാവർക്കും വീണ്ടും സന്തോഷം. അന്ന പോയോ? ഇല്ല സാർ, ഞാൻ ആരെങ്കിലും അഭിപ്രായം പറയണ്ടോ എന്നൊന്ന് വെയിറ്റ് ചെയ്തതാ. അപ്പോ അടുത്തതായി നന്ദി അർപ്പിക്കുന്നതിനായി ഫസ്റ്റ് ഇയർ BEd വിദ്യാർത്ഥിനിയായിട്ടുള്ള ചിഞ്ചന ജോഷി ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ മനോഹരമായൊരു വ്യാഴാഴ്ച വായനാഴ്ചയായിരുന്നു ഇന്നിവിടെ കടന്നുപോയത്. വളരെ മനോഹരവും ലളിതവുമായ ഭാഷയിൽ നമ്മുടെ ജോപ്പോൾ ഇന്നിവിടെ ഈ പുസ്തക നിരൂപണം നടത്തുകയുണ്ടായി. അപ്പോൾ ആദ്യമായി തന്നെ ഈ പരിപാടി ഓരോ ആഴ്ചയിലും സംഘടിപ്പിക്കാനായി നമുക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകി വരുന്ന നമ്മുടെ പ്രിൻസിപ്പൽ സുസ്മിത മിസ്സിന് ആദ്യമായി തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ മനോഹരമായി പുസ്തക നിരൂപണം ചെയ്ത 1ാം വർഷ ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥി ജോപ്പോളിന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ അസാന്നിധ്യത്തിലും ഈ പരിപാടിയിൽ സാന്നിധ്യമായി മാറിയ ഗ്രന്ഥരചയിതാവ് ഈ സന്തോഷ് കുമാർ അവർകൾക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കാനായി എല്ലാവിധ സപ്പോർട്ടും നൽകി നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഈ പരിപാടിയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള കൃഷ്ണകുമാർ മാഷിനും ഹീര ടീച്ചർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ സ്റ്റുഡൻറ് കോർഡിനേറ്റർ ആയിട്ടുള്ള ലേന ടീക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ പരിപാടി ഇവിടെ ആസ്വദിക്കാനായി കൂടിച്ചേർന്നിട്ടുള്ള എല്ലാ പുസ്തക പ്രേമികൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.